Watch India's largest kids library only on Jio Hotstar. Download the app now. എന്തവിടെ സംഭവിക്കുന്നത്? പേടാറാം, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? പേടാറാം, നീ കണ്ടില്ലേ കുറ്റവാളികൾ രക്ഷപ്പെടുന്നത്? വന്ന് അവരെ പിടിക്കണം. ഏയ്, നിക്ക്, ഏയ്. ശിവാ! കുട്ടി മര്യാദക്ക് വഴിമാറാൻ നോക്കേ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഒരുപാട് വണ്ടി ഓടിച്ചതല്ലേ, ഇനി നമുക്ക് ജയിലിനകത്ത് പോയി റെസ്റ്റ് എടുക്കാം. എല്ലാവർക്കും ഗോതമുണ്ട തിന്ന് നന്നായി വിശ്രമിക്കാം. ഫയർമാനാകെ ദേഷ്യത്തിലാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഹലോ, ലഡ്ഡു സിംഗ് സ്പീക്കിംഗ്. ആരാണ്? ഞാൻ ഫയർമാനോട് സംസാരിക്കുന്നത്. എന്റെ സഹോദരന്മാരെ വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ നീ എന്റെ ദേഷ്യം എന്താണെന്നറിയും. നീ വെറുതെ കോഞ്ഞാട്ടെ ആവരുത് കേട്ടാ. നിന്റെ സഹോദരന്മാർക്ക് വിശ്രമിക്കാൻ ഞാൻ നല്ലൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവരെ ഇവിടുന്ന് പുറത്താക്കുന്നത് ഇംപോസിബിൾ. ഫയർമാന്റെ ഫയർ പവറിനെ കുറിച്ച് നിനക്ക് അറിയില്ല ലഡു സിംഗ്. അല്ലെങ്കിൽ ഈ നഗരം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളയും ഞാൻ. പിന്നെ തന്റെ പൊടി പോലും കാണില്ല. ശിവയോട് എന്തായാലും വിവരം അറിയിക്കണം. ഈ നദിയിലെ വെള്ളമാണ് വൃത്തിയാക്കിയിട്ട് നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളമായിട്ട് എത്തിക്കുന്നത്. അത് എനിക്കിനി ഒന്ന് കാണണം എങ്ങനെ നടക്കണമെന്ന്. ഈ മരുന്നൊഴിച്ചത് കൊണ്ട് ഈ വെള്ളം ആര് കുടിക്കുന്നുവോ അവര് വാ തുറന്ന തീ തന്നെ പറന്നോണ്ടിരിക്കും. ഇനി എല്ലാവർക്കും മനസ്സിലാവും ഈ ഫയർമാനിന്റെ ഫയർ പവർ എന്താണെന്ന്. എന്റെ മുത്തശ്ശ ഈ പാട്ട് പാടുന്നതൊന്നും നിർത്തുന്നുണ്ടോ? വീട് മുഴുവനും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തായി കാണിച്ചത്? നോക്കി, നമ്മുടെ വായ തുറക്കുമ്പോഴൊക്കെ തീയ പുറത്തേക്ക് വരുന്നേ. ശിവ, ശിവ.
ഇതെങ്ങനെ സംഭവിച്ചു മുത്തശ്ശി? എനിക്കറിയില്ല മോനെ എങ്ങനെയാ സംഭവിച്ചെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും വായ തുറക്കുമ്പോ തീ വരുന്നു. ശിവ ഞാനൊരു ഗാനം ആലപിച്ചെന്നേ ഉള്ളൂ. മുത്തശ്ശ, മുഖം ഒരു സൈഡിൽ പിടിച്ചു വർത്തമാനം പറയൂ. ഇതെന്താണ് സംഭവിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്താണ് അങ്ങനെ കഴിച്ചത്? ഞാൻ ഇപ്പൊ തന്നെ ലഡു സിംഗ് സാറിനെ വിളിക്കട്ടെ. ഇതെങ്ങനെ സംഭവിച്ച? ഇവിടെ എന്താണ് സംഭവിച്ചത് ലഡു സിംഗ് സർ? ഇതെന്താ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ ഇങ്ങനെയായത്? ലഡു സിംഗ് സർ, നിങ്ങൾ എന്താ മതിലും നോക്കി വായും പൊത്തിങ്ങനെ നിൽക്കുന്നത്? ഇതെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? പറയൂ ലഡു സിംഗ് സർ, നിങ്ങൾ എന്താ ഇങ്ങനെ വായും പൊത്തി നിൽക്കുന്നത്? അത് പിന്നെ ഞങ്ങളും നിന്റെ കൂട്ടുകാരല്ലേ, പിന്നെ രേവി മാത്രം നീ എന്താ രക്ഷിച്ചത്? പറ. ശിവ, നഗരത്തിലുള്ള എല്ലാവരുടെ മുഖത്തുനിന്ന് ഇങ്ങനെ തീയാ വരുന്നത്. എങ്ങനെയാ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അതെ, ഇതൊക്കെ ഫയർമാൻ ചെയ്ത പണിയാണ് ശിവ. അവന്റെ സഹോദരങ്ങളെ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ നഗരം മുഴുവനും അവൻ നശിപ്പിക്കുന്ന പറഞ്ഞിരിക്കുന്ന. ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും എന്താ കൊടുത്തിരിക്കുന്നെന്ന് അറിയുന്നില്ല. നമ്മുടെ സാറിനും കിട്ടിയിട്ടുണ്ട്. ടിവിയിലും ആ ന്യൂസ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന. നഗരത്തിലുള്ള എല്ലാവരുടെയും വായിൽ നിന്ന് തീ വരികയാണ്. അതിന്റെ അർത്ഥം വേദ നഗരത്തിലുള്ള എല്ലാവരും എന്തെങ്കിലും അനാവശ്യമായി സാധനങ്ങൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ കുടിക്കുന്ന വെള്ളമായിരിക്കാം. വാട്ടർ സപ്ലൈ പ്ലാന്റിൽ നിന്നും വരുന്ന വെള്ളം അതിൽ ഒരുതരം കെമിക്കൽ മിക്സിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ബോട്ടിൽ വാട്ടർ കുടിക്കണമെന്നുള്ളതാണ്. സപ്ലൈ വാട്ടർ കുടിക്കരുത്. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. എല്ലാരും വാട്ടർ സപ്ലൈയിലുള്ള വെള്ളമാണ് കുടിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ബോട്ടിലുള്ള വെള്ളമാണ് കുടിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒന്നും സംഭവിക്കാത്തത്. ലഡു സിംഗ് സർ, നിങ്ങൾ ആ സയന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങിച്ചു കഴിക്കൂ. പിന്നെ ഇവിടെ ഉള്ളവരെയൊക്കെ തുറന്നു വിട്ടേക്കൂ. ഞങ്ങളെ ചിക്കൻ തന്തൂരി അല്ലേ, വെറുതെ എപ്പോ നോക്കിയാലും ഞങ്ങളുടെ മേത്ത് തീ തുപ്പുന്ന എന്തിനാ? ഫയർമാന്റെ ഫയർ പവറിനെ നീ ഭയക്കണം ശിവ. തിരിച്ചു പോ ശിവ. നിനക്ക് ഞങ്ങളെ പിടിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഈ കുട്ടി കാരണമാണ് നമ്മൾ പിടിക്കപ്പെട്ടത്. ഫയർമാന്റെ ഫയർ പവറിൽ നിന്ന് നീ പേടിക്കണം കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നിട്ട് ശനികളെ നോക്കിയേക്കണ അടിക്കടാ. ഞാൻ ഇരിപ്പുണ്ടല്ലോ ഇവിടെ.
മതി 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 ശിവ, ഇനി വേണ്ട. ഞാൻ ശരിക്കും കീഴടങ്ങുക. അയ്യോ ശിവ, ഇതാ പിടിച്ചോ ആന്റിഡോട്ട്. വേണ്ട, ഇല്ല ഇല്ല, വേണ്ട, വേണ്ട വേണ്ട വേണ്ട. ഇതെന്തായി ചെയ്ത്? ഇനി വിചാരിച്ചാലും എനിക്ക് തീ തുപ്പാൻ പറ്റൂല. ലഡു സിംഗ് സാറേ, ഇയാളെ എത്രയും പെട്ടെന്ന് ജയിലിൽ കൊണ്ടുപോകാൻ നോക്കൂ. ഞാൻ ഈ മരുന്ന് ആ വെള്ളത്തിൽ കലക്കിട്ട് വരാം. ഇവിടെയുള്ള ആളുകൾ കുടിച്ച വെള്ളം മുഴുവനും ഈ മരുന്ന് കൊണ്ട് ഗുണമായി തീരട്ടെ. താങ്ക് യു ശിവ. ഞാൻ ഇവനെ ജയിലിന്റെ അകത്ത് ഫയർ ബ്രിഗേഡിന്റെ ജോലിയാണ് കൊടുക്കാൻ പോകുന്നത്. അവിടെ വെച്ചെങ്ങാനും തീ വന്നാലോ? Watch India's largest kids library only on Geo Hotstar. Download the app now.